ഹേ ഓൾ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പത്തോര വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളത് എന്തെല്ലാമെന്ന് വെച്ചാൽ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പഴുത്തിച്ചുള്ള പപ്പായ ആണ്, അതും കുറേ ഉണ്ടായിരുന്നു. വലിയ പപ്പായ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഫ്രൂട്ട്സ് ആയിട്ട് മെയിനായിട്ട് പപ്പായ ഉണ്ട്. പിന്നെന്താണ് ഇന്ന് നമുക്ക് മെയിൻ എന്ന് പറയാൻ എന്താണ് മുട്ട റോസ്റ്റ് പോലെ മുട്ടക്കറി പോലെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും നല്ല നൈസായിട്ടുള്ള ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് കട്ട്ലേറ്റും പിന്നെ ഈ ഒരു പോക്കറ്റ് ഷവർമയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നാരങ്ങ വെള്ളമാണ്, നാരങ്ങ വെള്ളം നന്നാരിയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തേത്. പിന്നെ ഇത് കുരുവില്ലാത്ത മുന്തിരി. പിന്നെ നോമ്പില്ലാത്ത ഈ കളത്ത് ഇപ്പം തന്നെ ബാങ്ക് എനിക്കൊന്ന് നോക്കായിട്ട് വേറെ പള്ളിയിൽ നിന്നാണ് ബാങ്കൊക്കെ എന്ന് തോന്നുന്നു. മുമ്പേ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പം നമ്മൾ നേരത്തെ സാധാരണ ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് പോലും ഉണ്ടാവാതെ അടിയായിട്ടായിരിക്കും നമ്മൾ ടേബിളിൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ വന്നിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്താക്കി, അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ കട്ട്ലേറ്റും കാണാനായിട്ടാണ് പോയത്. എനിക്ക് എന്താണ് സ്കൂളിൽ നിന്നൊക്കെ മുട്ട പബ്സും ലൈമും അങ്ങനെ വാങ്ങിക്കൂലേ, ഇന്ന് എനിക്ക് ആ ഒരു വൈബ് കിട്ടി കേട്ടോ. കാരണം നല്ല ഇഞ്ചി കിട്ടിക്കാണ്ട് ഇതാക്കിയിട്ടുള്ള ആ ഒരു നാരങ്ങ വെള്ളമായിരുന്നു. അപ്പോൾ എനിക്കെന്തോ അങ്ങനത്തെ ഒരു വൈബ്. അപ്പോൾ അങ്ങനെ കട്ട്ലറ്റും പിന്നെ ഇതും തിന്ന് കുടിച്ച്. ഇപ്പോൾ നോമ്പൊക്കെ തുറക്കാൻ നേരത്തെ എൻ്റെ ദൈവമേ, നമുക്ക് വെള്ളം കുടിക്കുന്ന സമയം വെള്ളം ഇറങ്ങി പോകുന്നത് വരെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയ്ക്ക് ഇടങ്ങാറായിരുന്നു. പിന്നെ ഈ ഒരു പോക്കറ്റ് ഷവർമ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. സാധാരണ പൊതുവെ എനിക്കിത് അത്ര ഇഷ്ടമില്ലാത്തതാണ്, ബട്ട് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിക്ക് ഈ എരിവുള്ളൊന്നും തിന്നാൻ പറ്റാണ്ടായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കൽ, എനിക്ക് വായ്പുണ്ടൊക്കെ വന്നിട്ട് ഒന്നും തിന്നാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് സം കൈൻഡ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ചെറിയ അനിയത്തിക്ക് ഉണ്ടായി, ഇപ്പോൾ എനിക്കുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ എൻ്റെ നടുക്കിലുള്ള അനിയത്തിക്ക് ഉണ്ടായിട്ട്. അപ്പോൾ ഓൾക്കിപ്പോൾ ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്, കാരണം ഓളെ സ്നാക്സും ഇതൊക്കെ ഞാനാണ് ഇപ്പോൾ തിന്നണത്. അപ്പോൾ എനിക്കത് എന്താ പറയുക, സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങോട്ട് കളയാൻ കഴിയില്ല, നമ്മളെത്ര നോക്കിയാലും. അപ്പോൾ ഞാൻ പിന്നെന്താക്കി, ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആയിട്ട് തിന്ന് കേട്ടാ. കാരണം ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എന്താക്കിയത്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയത്. പിന്നെ ആ നിസ്കരിച്ച് വന്നിട്ട് വീണ്ടും ഇരുന്നിട്ട് ഞാൻ എന്താക്കി, ഇവിടെ വന്നിട്ട് ഈ ഒരു ബത്തക്കയും ഉണ്ടായിരുന്നു കേട്ടോ. ബത്തക്കയും പപ്പായയും ഞാൻ നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള പപ്പായ ആയിരുന്നു. പക്ഷെ എനിക്കെന്താണ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, സാധാരണ ഈ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിച്ചാൽ വരെ നമുക്ക് വയറ് ഫുള്ളാവും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ഭയങ്കരമായിട്ട് ഷോ കാണിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെയാണ് നമ്മൾ ക്യാമറേൻ്റെ മുമ്പിൽ വന്ന സീനാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ അനിയത്തിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് എരിവുള്ളത് തിന്നാൻ കഴിയില്ലല്ലോ, തിന്നണ്ടെന്ന് പറഞ്ഞു. അവളൊന്ന് കടിച്ചു നോക്കിയതാണ്, പിന്നെ ഒക്കെ തിന്നാൻ കഴിഞ്ഞിട്ടില്ല, ഇറക്കാനും കഴിഞ്ഞിട്ടില്ല. ബാക്കി ഞാൻ തന്നെ തിന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ ഞാൻ തിന്ന്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ എണ്ണം കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കി, സപ്പോർട്ട് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ജാടൊക്കെ വേണം, നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ ചെയ്തൂടെ? പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എന്താക്കി, വെള്ളമൊക്കെ കുടിച്ച് ഇന്നത്തെ ആ ഒരു ഫുഡിങ് ഇവിടെ ഞാൻ അവസാനിച്ചിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് തിന്നാൽ എൻ്റെ വയറ് പൊട്ടുന്നുള്ള നിലയ്ക്കായി. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കുക, തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര വട്ടം ഞാൻ ഈ പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, അസ്സലാമു അലൈക്കും.